അസ്സലാമു അലൈക്കും. ഹൃദയം പിടക്കുന്നു യാ റസൂലല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ അയ്യങ്കേരിയിലെ അസീസ് സാദിയാണ് സംസാരിക്കുന്നത്. എൻ്റെ മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീടിൻ്റെ മുമ്പിൽ വീണ്ടും വന്നത്. ഞാൻ ആഗ്രഹിക്കുന്നവനല്ല, എന്നാലും എൻ്റെ മകനെ നിങ്ങളെല്ലാവരും സഹായിക്കും. എൻ്റെ വൃത്തികൂടെ കൊണ്ടാണ് ഞാൻ പറയുന്നത്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. മാരകരോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു സലാമത്തില്ല. കാരണം എന്നെ സഹായിക്കാൻ പറ്റിയ ആളുകളല്ല കുടുംബക്കാർ, അവരും പാവങ്ങളാണ്, നാട്ടുകാരും പാവങ്ങളാണ്. അവർ കൈവൻ്റെ പരമാവധി ചെയ്തു തന്നിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, എല്ലാവരോടും ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എൻ്റെ മോനും എനിക്ക് ആദ്യമായി കിട്ടണം, ആദ്യമായി വളർന്നു കിട്ടണം. മോൻ്റെ രോഗങ്ങൾ ശുദ്ധിയായി എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കാണണം. എൻ്റെ മൂത്ത മോനാണ്. നിങ്ങളെല്ലാവരും ഈ മോന് വേണ്ടിയിട്ട് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ പരീക്ഷണം എന്ന് പറയുന്നു. പരീക്ഷണം എന്ന് തന്നെ പറയാം. കാരണം സഹായിക്കണം, ദുആയിരിക്കണം. എനിക്ക് എൻ്റെ ഉപ്പൻ്റെ ഉമ്മൻ്റെ കണ്ണ് കാണാൻ പറ്റുന്നില്ല. എല്ലാവരും ദുആയിലോട്ടെടുത്ത് എനിക്ക് പഠിച്ച് വലിയ ആലിമാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ജാബിർ നിസാമിയാണ്. എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടതെന്ന് പോലും എനിക്കറിയുന്നില്ല. നിസ്സഹായനാണ് പ്രിയപ്പെട്ടവരെ. ആ ബാപ്പയുടെ, പണ്ഡിതനായ അബ്ദുൽ അസീസ് സഅദി ഉസ്താദിന്റെ ആ കണ്ണീരോടെയുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ? ആ പൊന്നുമോൻ തൻ്റെ മാതാപിതാക്കളോടൊപ്പം ജീവിക്കണ്ട കൊതി കൊണ്ട് എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കണ്ണീര് എനിക്ക് കാണാൻ പറ്റില്ല എന്ന് നിറകണ്ണുകളോടെ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ നമുക്ക് തട്ടി മാറ്റാൻ പറ്റുന്നു. 13 വയസ്സ് മാത്രം പ്രായമുള്ള പരിശുദ്ധമായ ഇൽമ പഠിക്കുന്ന മുത്തഅല്ലിമായ മുനീബ് എന്ന് പറയുന്ന കൊടക് ജില്ലയിലെ അയ്യങ്കേരി എന്ന് പറയുന്ന പ്രദേശത്തുള്ള അസീസ് സഅദി ഉസ്താദിന്റെ പൊന്നോമന പുത്രൻ ഇന്ന് മാരകമായ സാർക്കോമ എന്ന് പറയുന്ന വളരെ ഗുരുതരമായ രോഗം ബാധിച്ചിട്ട് ആ പൊന്നുമോന്റെ ചികിത്സക്ക് ഭീമമായ 20 ലക്ഷം രൂപ കണ്ടെത്തണം. നിസ്സഹായ